ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ചക്ക ഇടാൻ പോവാണ്. ഏട്ടൻ ഓഫീസിൽ നിന്ന് എത്തി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നേരത്തെ വന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചക്ക ഇടാമെന്ന് വിചാരിച്ചു. ഒരു ചക്ക അങ്ങനെ മൂത്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ അന്ന് ഒരു ചക്ക ഇട്ടിരുന്നെങ്കിലും അത് അത്ര മൂപ്പായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്കത് നല്ല അടിപൊളി ചക്ക ഇട്ട് കൂട്ടാൻ വയ്ക്കാം. പിന്നെ വേറെ സ്പെഷ്യലുണ്ട്. ചേട്ടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും വയ്ക്കാം. ആശാനേ, ഇതാ ഇവിടെയാണേ. അവിടെ നിന്നാൽ കാണും. ഇവിടെ വന്നാൽ കാണില്ല. അത് തന്നെ എൻ്റെ കാലിടാ. അത് തന്നെ കുഞ്ഞാ, അതന്നെടാ. അതന്നെ 2 ഉണ്ടാവും. ഒരു അങ്ങനെ ചക്ക ഇടാന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുള്ള കാര്യം തന്നെയാണ്. എങ്കിലും നമുക്ക് ചക്ക കറി വെക്കണമല്ലോ. ഇതിന് ഭയങ്കര ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ പഴുത്താലും ഞെട്ടി ഉണ്ടല്ലോ, ഞെട്ടി. നിങ്ങളുടെ നാട്ടിൽ ഞെട്ടിന്ന് തന്നെയല്ലേ പറയാം മക്കളെ? ഞങ്ങളിവിടെ തൃശ്ശൂർക്കാർ ഞെട്ടിന്ന് തന്നെ പറയാം കേട്ടാ. അപ്പോൾ അതിന് ഭയങ്കര മുറുക്ക. ചേട്ടാ അവിടുന്ന് ഇവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇതിലേ നോക്കാം. തോട്ടിയും അയ്യോ, ആ ചേട്ടനെ ഭയങ്കര കടക്കിലേക്ക് പോയി. അതാണ് അവിടെ മുറി. അതന്നെ കണ്ടാ, മൂത്തിട്ട് പൊട്ടി ചക്ക. ഒരെണ്ണം പൊട്ടി, ഒരെണ്ണം പഴുക്കാൻ വയ്ക്കാം നമുക്ക്. അത് കാണിച്ചുകൊണ്ടിരിക്കണ ചേട്ടൻ പറയാം, കാണിക്കടി ചക്ക, കാണിക്കടി എന്നൊന്നും എന്നോട്. വലിയ ചക്ക ഇട്ടു. ചക്ക അങ്ങനെ ചക്ക വീണത് ഇത് കണ്ട, ചക്കക്കുരു ഒക്കെ വീണുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് പഴുത്തിട്ടുണ്ടേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ചക്ക ഇട്ടത് കേട്ടോ. അപ്പോൾ നല്ല പോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കറി വെക്കണം. ഇതിപ്പോൾ ചക്ക പല ഇതാക്കും ഞാൻ. ഇനിയിപ്പോൾ ഞാൻ അടുപ്പിച്ച ചക്ക തന്നെയായിരിക്കും. ഒരുമിച്ച് നന്നാക്കി തരും ചേട്ടൻ പറയണം. അപ്പം ഞാനും എന്നിട്ട് ഏട്ടൻ വെട്ടി ചുള പറിച്ച് തരും. ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് വേഗം എരിശ്ശേരിയും ഇതൊക്കെ വെക്കും. ആദ്യത്തെ വലിയ 2 ചക്കയല്ലേ, ഒരു വട്ടം ഇട്ടു. നമ്മളിത് വന്ന് മുറിച്ചു താഴ്ത്ത് മൂത്തൂന്ന് വിചാരിച്ചിട്ട്. സാധാരണ ഇത്രയും ഇതിനേക്കാളും വലിപ്പം വരാറുണ്ട്. ഇപ്രാവശ്യമൊക്കെ കുറവാ. അജയൻ്റെ തണ്ടൽ ഇതേപോലെ ഒടിഞ്ഞിട്ട് ഇങ്ങനെ ചക്ക എടുത്ത് പൊക്കിയതാണെന്നാണ് പറഞ്ഞത്. അകത്തേക്ക് കൊണ്ടുപോവാ ചേട്ടൻ. ഈ ചക്കയ്ക്ക് അധികം വെയിറ്റ് ഇല്ല. ഒന്ന് ഞാൻ പിടിച്ച് നോക്കണം. എൻ്റെ മുതേ പറ്റില്ല. കാരണം നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ ചക്ക എടുത്തു വെക്കാനുള്ള ഇത്രയും വെയിറ്റ് ഒന്നും എടുത്തു പോക്കാൻ പറ്റില്ല എന്നു. പക്ഷേ എനിക്ക് തണ്ടലിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ ചെറിയ വലിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് എനിക്കധികം വെയിറ്റ് എടുത്ത് പോക്കാൻ പറ്റാത്തത് കേട്ടോ. ഞാൻ പൊട്ടിക്കാൻ പോവാം. 5 മണിയായി എങ്കിലും സാലേ പൊട്ടിക്കാം. ഇലയിൽ അവിടെ പൊട്ടിയിട്ടുണ്ട്. ചിലപ്പം നാളെ മറ്റേതെന്തായാലും പഴുക്കും. അപ്പം നോക്കട്ടെ. ചിലപ്പോൾ സാധാരണ ഇവിടെ പെട്ടെന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മുള വരാറുണ്ട്. അപ്പം ചേട്ടനും ഞാനൊക്കെ അവിടെ പിന്നെ ചേട്ടൻ വരുമ്പോൾ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങി. ഉറുമ്പ് വരാനല്ല അത് ഞാൻ അവിടെ ഇട്ടു വേസ്റ്റ് വെച്ചതാ. ഉറുമ്പ് വരാൻ വേണ്ടിയിട്ട് വെച്ചതല്ല. എന്നെ വന്ന വഴിക്ക് ചീത്തകൾ പറയാം. അപ്പോൾ അങ്ങനെ ചക്ക ഇട്ടു. ചക്കയ്ക്ക് അതപ്പുറത്തെ ചേച്ചി വന്നിട്ടുണ്ട് തോന്നുന്നു. ചേച്ചിയുടെ ഉടുപ്പൊക്കെ തോരിയിട്ടിട്ടുണ്ട് അവിടെ. പിന്നെ വേസ്റ്റ് കൊണ്ട് കളയാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ ഉറുമ്പൊക്കെ വരും. കുറേ സ്വീറ്റ്സ് കൊണ്ടുവന്നു. കുറേ നാളായി സ്വീറ്റ്സൊക്കെ കഴിച്ചിട്ട്. അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ എടുക്കുകയാണേ. കണ്ട് നമ്മുടെ മൂത്ത ചക്കാട്ടാ. അടിപൊളി ചക്കയാണ്. പഴുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുര. പിന്നെ പെട്ടെന്ന് വെന്ത് തുടയുകയും ചെയ്യും. നമുക്ക് അങ്ങനെ അധികം വിസിലൊന്നും അടിക്കണ്ട.
പെട്ടെന്ന് തന്നെ നാളികേരം അരച്ചിട്ട് എരിശ്ശേരി പോലെ പെട്ടെന്ന് ആക്കണം, അല്ലെങ്കിൽ വല്ലാണ്ട് ഉടഞ്ഞ് പോകും. അപ്പം അങ്ങനെ അടിപൊളി ടേസ്റ്റ്. ചിക്കൻ കറി സെറ്റായിട്ടാവും. കുരുമുളകും കടുകും ഉലുവയും ഒക്കെ ചേർത്തിട്ടുള്ള അടിപൊളി മെഡിസിനായിട്ടുള്ള ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ പെരട്ട് പോലെ, നല്ല പെരട്ട് എന്നൊക്കെ പറയാം ഇതിനെ. ഇതിൽ മെഡിസിനിൽ യൂസ് ചെയ്യണ പോലെയാണ് കേട്ടോ. ജീരകവും കടുകും ഉലുവയും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ കറി വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി ഉള്ളി ഒക്കെ ചേർത്തിട്ട് തക്കാളിയും ചേർത്തുണ്ട് ഞാൻ. അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് നേരമായിട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ടാണിതാ ചക്ക എരിശ്ശേരി ഉണ്ടാക്കി. ചക്ക എരിശ്ശേരി അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കഴിക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ ഈ ചക്ക എരിശ്ശേരിയും ചിക്കൻ കറി വിളമ്പാനുള്ള കയ്യിലൊന്നും കിട്ടാല്ല. എടുത്തിട്ട് വരെ അടിപൊളി ചക്കപ്പുഴുക്ക, ചക്ക എരിശ്ശേരി ഒക്കെ പറയാം. അടിപൊളിയാണേ. ചിക്കൻ നോക്കിയാ ചിക്കൻ ഉണ്ടല്ലോ, ആ ഉലുവ പിടിച്ചതും പിന്നെ നമ്മുടെ കടുക് പൊടിച്ചതും കടുകൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ജീരകമൊക്കെ ചൂടാക്കിയിട്ടാണ് ചിക്കനിൽ ചേർത്താൽ മതി. അപ്പം നമ്മുടെ വയറിനും കുഴപ്പമുണ്ടാവില്ല, ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സുഖമായിട്ട് നമുക്ക് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എന്താ പറയുക, ചോറൊന്നും വേണ്ടല്ലോ, ചക്കയുള്ളപ്പോൾ പിന്നെ എന്ത് ചോറ്. ഇത് ഞങ്ങൾ വെച്ചാലേ ചില സമയത്തൊക്കെ ഇങ്ങനെ ചിക്കൻ വയ്ക്കും. ഇത് ആകുമ്പോൾ നമുക്ക് മട്ടേയില്ല, എത്ര ചിക്കൻ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ചിക്കനിൽ വെളുത്തുള്ളി ഉള്ളി വെളിച്ചെണ്ണ ഇഞ്ചി പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇത്തിരി മല്ലിപ്പൊടി, ഇത്തിരി ചേർക്കാം, മല്ലിപ്പൊടി അധികം ചേർക്കാൻ പാടില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് മുൻപ് തന്നെ കടുകും ഉലുവയും ജീരകവും എല്ലാം വഴറ്റി റെഡിയാക്കി വെക്കണം, പൊടിച്ച് വെക്കണം. എന്നിട്ട് അത് ഒരു പാതി വേവുമ്പോൾ കുറച്ച് ആദ്യം ഇട്ട് വെക്കാം. എന്നിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി വേവുമ്പോൾ വീണ്ടും കുറച്ച് പൊടി ഇടുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാറാവുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഈ പൊടി ഒന്നുകൂടി മിക്സ് ചെയ്ത് ചേർക്കാം. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ചേട്ടനോട് ഭയങ്കര ഇഷ്ടം. പണ്ട് ഞങ്ങൾ വല്ലാത്ത രീതിയിലൊക്കെ ചിക്കൻ വെക്കാറുണ്ട്, മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട്. മട്ടിയിട്ട് ഇത് എപ്പോൾ കഴിയുമെന്നുള്ളത് പറയാൻ പറ്റില്ല. അത്ര ടേസ്റ്റാണ്, അത്ര ടേസ്റ്റാണ്. ശരി കേട്ടോ. അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ. ചേട്ടൻ അങ്ങനെയൊക്കെ എടുക്കാം, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കണുള്ളൂ പറഞ്ഞിട്ട്. അപ്പം ശരി കേട്ടോ.